സാർ സാർ ഇന്നലെ പറഞ്ഞിരുന്നു ന്യൂനപക്ഷ ഭീകരത ഭൂരിപക്ഷ ഭീകരതയേക്കാൾ ഏറെ അപകടകരമാണെന്ന് പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും പുതിയൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് അതും പട്ന പഞ്ചായത്തിൽ ഒരു കോൺഗ്രസ് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഒരു ശൈശവ വിവാഹം നടന്നിരിക്കുന്നത്. അത് ആ മെമ്പറുടെ പേരെന്ന് പറയുന്നത് താജുദ്ദീൻ എന്നാണ്. അപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണോ കേരളം കടന്നു പോകുന്നത്, അതോ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്? ഒന്നാമത്തെ കാര്യം എനിക്ക് താങ്കളോട് പറയാനുള്ളത്, ഈ ഈ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയേക്കാൾ അപകടകരമാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതിനൊരു ഗ്ലോബൽ ലിങ്കുകൾ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അത് എന്താണെന്നുള്ളത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അല്ല, അതിപ്പോൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഒരു കാര്യം, അത് ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിൽ ഭീകരതയൊന്നുമില്ല. ഇത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കാസർഗോഡ് തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരവധി സ്ഥലങ്ങൾ മലപ്പുറത്തെ പല പ്രദേശങ്ങളുമോ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരമോ ഒന്നും വളർന്നിട്ടില്ല എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. പിന്നെ നിങ്ങൾ വളരെ മതവുമായിട്ടല്ലേ ഇത് പറഞ്ഞു തരാം. ഇപ്പൊ ശൈശവ വിവാഹം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് 16 വയസ്സുണ്ട്. അപ്പൊ അതൊരു ശൈശവം എന്നൊക്കെ നമുക്ക് വിളിക്കാമോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ചില വാർത്തകളിലും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടത് ശൈശവ വിവാഹം എന്നാണ്. നമ്മൾ കേട്ട വിചാരിക്കാണ്ട് 5 വയസ്സോ 8 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ പറഞ്ഞിരുന്നില്ല. ഈ കേരളം വികസിക്കുന്നതിന് മുമ്പ് ഇത് കേട്ടിരിക്കുന്ന നിരവധി അമ്മമാർക്കൊക്കെ അറിയാം. അവരുടെ പലരുടെയും വിവാഹമൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരുടെ അമ്മമാരുടെയൊക്കെ വിവാഹമൊക്കെ തന്നെ 15-16 വയസ്സിലൊക്കെ കഴിയുമായിരുന്നു നേരത്തെ. കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്ന് നമ്മൾ കുറെ കൂടി ഡെവലപ്പ് ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ 18 വയസ്സ് എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ അത് 18 വയസ്സ് നിശ്ചയിക്കപ്പെട്ടിട്ട് പോലും ഇന്ത്യയിൽ ഇന്നും പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും ഒക്കെ തന്നെ 12, 13, 14 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണം നടക്കുന്നുണ്ട്. നമ്മൾ പുറകിലേക്കാണോ നടക്കേണ്ടത്? അല്ല, നമ്മൾ പുറകിലേക്കല്ല നടക്കേണ്ടത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ ആദിവാസി കുടിലുകളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിത നിലവാരം കുറെ കൂടി ഉയർന്നതാകാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇതും അത് തന്നെയാണോ? ഇതും അത് തന്നെയാണ്. ഇത് പക്ഷേ വരൻ എന്ന് പറയുന്നത് നല്ല വിദ്യാസമ്പന്നനാണ്, NRI ആണ്. അല്ല, വരൻ എന്ന് പറയുന്നത് 28 വയസ്സാണ്. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ, പ്രവാസിയാണ്. അല്ല, ഓക്കെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈ താങ്കൾ പറഞ്ഞ ഫാക്ടറും കൂടി അതിനകത്തുണ്ട്. ഇതിൽ ഒന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തത് ഒരു 25 ഫാക്ടർ എന്ന് പറഞ്ഞാൽ മതം കൂടിയുണ്ട്. അല്ല, ഞാൻ പറയട്ടേന്നേ. ഞാൻ പറയാൻ പോണേ എന്താന്നുള്ളത് താങ്കൾ പറയണെങ്കിൽ പിന്നെ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറയണ കാര്യം എന്താ, ഇത് കൂടാതെ ഈ പ്രവാസികളായിട്ടുള്ള ആളുകളും ഈവൻ വിദേശ പൗരന്മാർ പോലും മലപ്പുറത്ത് വന്ന് കല്യാണം നടത്തിക്കൊണ്ട് പോകുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അതായത് വീട്ടുകാർക്കും ആ കല്യാണം നടത്താൻ താല്പര്യമെടുക്കുന്നവർക്കും ഒക്കെ പണം ഓഫർ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിക്കുകയും ആ കല്യാണം കഴിച്ചിട്ട് അവരിവിടെ വന്ന് 1 മാസം താമസിക്കുകയും 1 മാസം താമസിച്ചതിന് ശേഷം ഗർഭിണിയാക്കുകയും കുറേ നാൾ ചെലവിന് കൊടുക്കുകയും വീട്ടിലേക്ക് വലിയ പണം കൊടുക്കുകയും അതിനുശേഷം വീണ്ടും ഇവരെപ്പോഴെങ്കിലും 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ വരുമായിരിക്കും, ഇല്ലെങ്കിൽ വരാതിരിക്കും എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അല്ല, അതെ, അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താ? ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്നു. അവർ വലിയ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ പല പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രീയക്കാരടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പെൺകുട്ടിക്ക് 20-28 വയസ്സായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ഡ്രൈവർ പുള്ളിക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ നേരത്തെ കല്യാണം കഴിക്കുന്നവരല്ലേ സാധാരണ നിങ്ങളുടെ മതത്തിൽ നിന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞ വാചകം എന്നെ ഞെട്ടിച്ചായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു, അതൊക്കെ പാവപ്പെട്ട ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ സാമ്പത്തികമുള്ള ആളുകളുടെ വീടുകളിൽ നിന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ സാമ്പത്തികമോ പിന്നോക്കം അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ MLA-മാരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ MLA-മാരുടെ ആളുകളിൽ വീടുകളിൽ നിന്നോ 2ാം കല്യാണത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ പ്രായത്തിനോ ഒന്നും കല്യാണം കഴിപ്പിച്ചു വിടുന്നില്ല. അല്ലെ, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമുദായത്തിന്റെ ഒരു ആളുകൾ അവര് എങ്ങനെ ഡെവലപ്പ് ചെയ്യാത്തതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇപ്പൊ തന്നെ ഈ കല്യാണപ്രായം 18 വയസ്സാക്കുന്നതിനെ എതിർക്കുന്ന നിരവധി സംഘടനകൾ ഉത്തരേന്ത്യയിലുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും സ്വന്തം വീട്ടിലൊരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉള്ളിൽ തീയായിട്ടാണ് വളരുന്നത് എന്ന് പറയുന്ന അമ്മമാരാണ് ഇപ്പോഴും കേരളത്തിലുള്ളത്. ആ തീയായിട്ട് വളർന്നു വരുമ്പോൾ ആരുടെയെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്താൽ അവർ സുരക്ഷിതരാകും എന്ന് വിചാരിക്കുന്ന ചിന്തകൾക്ക് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ പോലും വലിയ വ്യത്യാസമില്ല. ഇപ്പൊ പിന്നെ അതിൽ നിന്നൊക്കെ കുറെ കൂടി മാറി. കാരണം എന്ന് വെച്ചാൽ ജോലി കിട്ടി, സ്വന്തം കാലിൽ നിന്ന് സാമ്പത്തികമായി അധ്വാനിച്ച് അതിനുശേഷം ഒരു 4-5 വർഷം ലൈഫൊക്കെ എൻജോയ് ചെയ്ത് 25, 26, 27 വയസ്സെത്തുമ്പോൾ കല്യാണം കഴിക്കുന്ന ആളുകളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കല്യാണം കഴിക്കാത്തവരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇപ്പൊ ജപ്പാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ അത്തരത്തിലുള്ള വലിയ പുരോഗതികളുണ്ട്. കല്യാണം കഴിക്കാത്ത ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സാമ്പത്തികമായ ഉന്നമനത്തിന്റെയും ഒരു സമുദായത്തിന്റെ ഉയർച്ചയുടെയും ഒക്കെ പ്രശ്നമാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. എറണാകുളം ജില്ലയിൽ മുസ്ലിംസ് ഉണ്ടല്ലോ, ഈ സമുദായങ്ങളുണ്ടല്ലോ. ഇവിടെ എന്താണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കാത്തത്?
ഇവിടെ ഇത്തരം കാര്യങ്ങൾ കേൾക്കില്ല. അതേസമയം മലപ്പുറത്തും കാസർഗോഡും ഒക്കെ കേൾക്കുന്നതിന്റെ കാര്യം, തൃക്കരിപ്പൂരിൽ നിന്നൊക്കെ ഇത് കേൾക്കുന്നതിന്റെ കാര്യം ഇത്തരത്തിലുള്ള അവരുടെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായ അവസ്ഥകൾ കൂടിയാണ്. ഇത് സാമ്പത്തികമായ ദുരവസ്ഥയാണെന്ന് തീർച്ചയായിട്ടും. ഇത് കാരണം വരൻ ഈ പറയുന്ന പോലെ പ്രവാസിയാണ്. വരൻ പ്രവാസി ആയതുകൊണ്ട് വരന്റെ ഈ കാശുള്ളതുകൊണ്ടല്ലോ പ്രശ്നം. പെൺകുട്ടിയുടെ വീട്ടിൽ ഒന്നില്ലെങ്കിൽ പണം ഉണ്ടാകുക, ആ പണം ഉണ്ടാകുന്ന കാര്യം, ഞാനിപ്പോ ഈ കേസ് മാത്രമല്ല പറയുന്നത്, ഈ കേസിന്റെ കാര്യം അല്ല, ഈ കേസ് മാത്രമാണെങ്കിലും ഒറ്റപ്പെട്ട കേസാണല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 16 വയസ്സുള്ള ഒരു പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ ഒരു മന്ത്രി രാജിവെച്ചിട്ടുണ്ട് പ്രായപൂർത്തിയാകാതെ മകളുടെ കല്യാണം നടത്തി. മുമ്പ് അല്ലെ, ഇതൊക്കെ മുമ്പ് ഇവിടെ നിർലോഭം നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഇപ്പോഴും ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ പറയാൻ ഈ ഒരു ഒറ്റ കേസാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ കേരളത്തിലെ ഒരു പെൺകുട്ടി 16 വയസ്സെത്തുമ്പോൾ ഒരു കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളിത് പറയേണ്ട കാര്യമില്ല. മനസ്സിലായേ? ഇപ്പൊ ഈ ഞാൻ ഒറ്റ കേസുകളല്ല, പല പല കേസുകൾ ആവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു പല പല കേസുകൾ ആവർത്തിച്ച് വരുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം. അതും സമ്പന്നമായിട്ടുള്ള വീടുകളിലും പശ്ചാത്തലം. ഈ പെൺകുട്ടിയുടെ വീട് സമ്പന്നമാണോ അന്വേഷിച്ചത് താങ്കൾ? പെൺകുട്ടിയുടെ വീട് എനിക്ക് ദരിദ്രമല്ല. എന്നിരുന്നാലും പെൺകുട്ടിയുടെ വീടും വീട്ടുകാരും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ദരിദ്രമാകേണ്ടതേ. ഇത് ഒരു കമ്പാരിറ്റീവ്ലി ഇത് ദരിദ്രമായാലും മതി. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങനെ വെറുതെ അങ്ങനെ പാചകം പറഞ്ഞു പോലെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി 17 വയസ്സത്തേക്ക് ഒരു കല്യാണ പ്രായമെത്തി നിൽക്കുന്നു. അപ്പൊ അവരെ ചോദിച്ചിട്ട് ഒരു പയ്യൻ വരുന്നു. ആ പയ്യൻ നമ്മുടെയേക്കാൾ 10 ഇരട്ടി, നമുക്ക് ചിലപ്പോൾ നല്ല കുഴപ്പമില്ലായിരിക്കും, നമ്മളൊരു മിഡിൽ ക്ലാസ് ആയിരിക്കും, മറ്റുള്ളൊരു അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾ വരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അദാനിയുടെ വീട്ടിൽ നിന്നോ അംബാനിയുടെ വീട്ടിൽ നിന്നോ കല്യാണം ആലോചിച്ച് വന്നിട്ടുണ്ടെങ്കിൽ 18 വയസ്സായില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ തടസ്സം പറയാൻ ആളുകൾ മടിക്കും. ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും? കല്യാണം കഴിച്ച് കൊടുക്കും. കാരണം ഇത്രയും നല്ലൊരു ബന്ധം ചിലപ്പോൾ ഇനി വേറെ കിട്ടൂല എന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ആയിരിക്കാനുള്ള സാധ്യത. അല്ല, തീർച്ചയായിട്ടും ഇത് പോലീസ് അന്വേഷിക്കട്ടെ. കാരണം ഇപ്പോഴും മുഴുവനായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഈ വാർത്തകൾ കണ്ടിട്ട് ഞാൻ ആദ്യം മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതിരുന്ന പോലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക ഉദ്ദേശത്തോടെ ആ 16 വയസ്സുള്ള പെൺകുട്ടി കല്യാണം കഴിക്കുന്നതുകൊണ്ടുള്ള വേദന കൊണ്ടിട്ട് ഇത് വലിയ പോസ്റ്റുകളാക്കി ആളുകൾ ഇടുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പകരം ഇതിനിടക്ക് എന്തെങ്കിലും ഒരു കുളം കലക്കാനും ഇവരൊക്കെ ഇങ്ങനെ മോശപ്പെട്ട ആളുകളാണെന്നുള്ള ഒരു ധാരണ പരത്താനും വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള നിരവധി റിപ്പോർട്ടുകളിൽ SC ST ഷെഡ്യൂൾഡ് കാസ്റ്റും ആദിവാസി ഗോത്രവർഗ്ഗങ്ങളിലൊക്കെ ഇത് ഒരുപാട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറെ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിനടക്കം ഇത് നടക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ഉയർച്ചയില്ലാത്ത കാരണങ്ങൾ കൂടിയാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യയിൽ എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് താങ്കൾക്കറിയോ? ഇന്ത്യയിൽ എന്തോരം സ്ഥലങ്ങളിൽ ഇത് ഈ പറയുന്ന സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉയർച്ചയില്ലാതെയുള്ള സംഭവവാസങ്ങൾ നടക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലാണ്. എനിക്ക് കേരളത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള സംഭവവാസങ്ങൾ നടക്കുന്ന മലപ്പുറത്തോ കാസർഗോഡോ അവർക്ക് ഈ പറയുന്ന പോലെ സാമൂഹികമായിട്ടുള്ള കേരളത്തിലുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ദരിദ്ര പശ്ചാത്തലമുള്ളവരുടെ വീടുകളിൽ മാത്രമല്ല, കേരളത്തിലുണ്ട്. ദരിദ്ര പശ്ചാത്തലമുള്ളവരുടെ വീടുകളിലാണ് 90% നടക്കുന്നത്. 100 കേസുകളിലും നടക്കുന്നത് ദരിദ്ര പശ്ചാത്തലമുള്ള വീടുകളിലാണ്. അല്ലെങ്കിൽ ഇത് നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ വലിയ ഉയർന്ന ബന്ധം കിട്ടും, അത് അത്തരം ഒരു ആലോചന പിന്നീട് വരാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് പോവർട്ടി തിങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഇപ്പോഴും ഞാൻ പറയാം, കേരളത്തിലും ഇന്ത്യയിലൊക്കെ കേരളം തിരിച്ചു കടന്നുകൊണ്ടിരിക്കുകയാണ്, അക്കാര്യത്തിലൊന്നും സംശയമില്ല. കാരണം കേരളത്തിൽ ഇപ്പം നിങ്ങളുടെ നാട്ടിലെല്ലായിടത്തും ഈ ലോകത്തെല്ലായിടത്തും നായർമാരുണ്ട്. ആ നായർമാരുടെ മാട്രിമോണി പ്രൊഫൈൽ കിട്ടാനായിട്ട് നിങ്ങൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞ എത്രയോ സംഭവങ്ങളുണ്ട്. ഇനി ഇന്ത്യയിൽ മുഴുവൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമം മൂലം നിരോധിച്ചിട്ട് പോലും ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഈ റീൽസ് ഒക്കെ ഇടുന്നതിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ പേര് തന്നെ കരച്ചിലോളി എന്നാണ് കേട്ടോണ്ടിരുന്നത്. അവന്റെ വീട്ടിലേക്ക് ഈ ചാലക്കുടി അങ്കമാലി എന്നുള്ള ഒരു പെങ്കൊച്ചി, വളരെ സാധാരണ കുടുംബങ്ങളിൽ ജീവിക്കുന്ന ഒരു പെങ്കൊച്ചാണ്, ഒരു ദരിദ്രമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുള്ള ആള്. ആ പെങ്കൊച്ചി ഒരു രാവിലെ കെട്ടും കിടക്കെടുത്ത് അവന്റെ വീട്ടിലേക്ക് അവനോട് പ്രണയം മുതിട്ട് നേരെ വീട്ടിലേക്ക് ചെന്നു. അവനെതിരെ പിറ്റേ ദിവസം പോക്സോ കേസ് വന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കല്യാണം കഴിക്കാൻ പറ്റില്ല, പെങ്കൊച്ചിന് 18 വയസ്സായിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ ഈ ചാലക്കുടി അങ്കമാലി സ്ഥലത്ത് നിന്നാണ് ഒരു പെങ്കൊച്ചു പോയെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവനെല്ലാത്തിനും കരച്ചിലൂളിയായിരുന്നു. അവനെ ഞാൻ ശ്രദ്ധിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. അത് കേട്ടിട്ട് ഞാൻ അമ്പരന്ന് പോയി. ഈ കേരളം എങ്ങോട്ടാണ് ഈ പോക്കെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അവൻ പറയുന്നത് അവനൊരു പ്രണയം ഉണ്ടായിരുന്നു, ആ പ്രണയം നഷ്ടപ്പെട്ടു പോയി, പക്ഷെ ഡ്യുവറ്റ് അടിക്കാൻ പറഞ്ഞതെന്നാണ് അവൻ പറഞ്ഞത്. പ്രണയമൊക്കെ വിട്ടുപോക്കോട്ടെ, നീ എന്നെ തേച്ചിട്ട് പോയിക്കോ, അതൊന്നും കുഴപ്പമില്ല, പക്ഷെ
എൻ്റെ ഒപ്പം വല്ലപ്പോഴുമെങ്കിലും ടിക്ടോക്കിൽ ഡ്യുവറ്റ് അടിക്കാൻ വരണേന്നാണ് അവൻ കെഞ്ചിക്കൊണ്ടിരുന്നത്. എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെട്ടു. അവനെ പ്രണയിച്ചിട്ടാണ് ഒരു പെങ്കുച്ചു പോണേന്ന് ആലോചിക്കണം. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ പൊതുസമൂഹം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ അപ്പൊ പലരും പറയുന്ന, പല സ്ത്രീകളും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ കാര്യം നടന്നാൽ മതി, ഇപ്പൊ പലർക്കും പ്രണയമൊന്നും അല്ല ആവശ്യം എന്നാണ് ഇപ്പൊ പൊതുസമൂഹത്തിലെ പെൺകുട്ടികൾ തന്നെ തുറന്നു പറയുന്നത്. അപ്പൊ ആ ഒരു തരത്തിലേക്കൊരു കാര്യം നടന്ന എന്നുള്ള എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അല്ല, അവര് ഈ പറഞ്ഞ പോലെ വിവാഹ ജീവിതത്തിന് മുന്നേ തന്നെ കാര്യം നടന്നാൽ മതി എന്നുള്ളതാണ് പല പെൺകുട്ടികളും പറയുന്ന റീൽസ്. ഒരു സെക്ഷൽ അതാണ് അത്. അങ്ങനെയുള്ള വീഡിയോസും ഇപ്പൊ സർക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അവര് പെൺകുട്ടികൾ തുറന്നു പറയുകയാണ്, ഞങ്ങൾക്ക് കാര്യം നടന്നു കിട്ടിയാൽ മതി, അത് അല്ലാതെ വിവാഹവും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇതൊക്കെ ഈ നാട്ടിൽ മുമ്പും ഉണ്ടായിരുന്നേ, ഇതാരും തുറന്നു പറയണ്ടായില്ല, അത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി. ഇപ്പൊ മൈത്രേനെ പോലെയുള്ള ആളുകൾക്ക് വന്ന് തുറന്നു പറയുന്നു. നേരത്തെ ഈ കഥകളിയും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോ ഇതിന്റെ ഇടക്ക് കൂടി ഇതൊന്നും ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. അത് തന്നെ ഈ സംഭവമുള്ളു. അപ്പൊ അതെന്ത് ചെയ്തു? അവരൊക്കെ മാന്യന്മാര്. കാരണം എന്ത് ചെയ്തില്ല, അവരൊക്കെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു? തുറന്നു പറഞ്ഞില്ല, അത്രേ ഉള്ളു. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് പേര് തുറന്നു പറയുന്നു അവര് മോശക്കാര്, അത്രേ ഉള്ളു സംഭവം. അല്ലാതെ ഇതിനകത്ത് എന്താ ഇത്ര വലിയ സംഭവം ഉള്ളത്? ഇത് തുറന്നു പറഞ്ഞാൽ എന്താ പറയണേ? മറ്റേ സംസ്കാരത്തിന്റെ ഉന്നതി എന്ന് പറയുന്നത് രഹസ്യമായിട്ട് ഈ പരിപാടി ചെയ്യുന്നതിനാണെന്നാണ്. അല്ല, ഞാനൊന്നും പറയുന്നില്ല. പിന്നെന്താ ഞാൻ താങ്കൾ പറഞ്ഞനുസരിച്ച് ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ മതി. തുറന്ന് പറയണവരെ ഭയങ്കര വൃത്തികെട്ടവരായിരുന്നു നമ്മൾ കാണണ്ട, അത്രേ ഉള്ളു പ്രശ്നം. എന്റെ പ്രശ്നം അത്രേ ഉള്ളു. അവര് തുറന്നു പറയുന്നു എന്നുള്ളത് കൊണ്ട് അവർ അത്ര വൃത്തികെട്ടവരായിരുന്നു കണ്ട. മാധവിക്കുട്ടി ഇവിടെ തുറന്നു എഴുതിയപ്പോഴും അതിനുശേഷം ഈ പറഞ്ഞ പോലെ NS മാധവന്റെ മകളൊക്കെ തുറന്നു എഴുതിയപ്പോഴും ഒക്കെ തന്നെ നിരവധി ഇവിടെ കാഴ്ചക്കാരുണ്ടായിരുന്നു, ഇവിടെ ആളുകളുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞ പോലെ ഒരു കപട സദാചാര മുഖംമൂടി എടുത്ത് അണിയുന്നത്? എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച കണ്ട് ഞാൻ ചിരിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. അതായത് സണ്ണി ലിയോൺ എറണാകുളത്ത് വന്നിരിക്കുന്നു. വന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ നിന്നുള്ള ഒരു ഫോട്ടോ മനോരമ കൊടുത്തിട്ടുണ്ട്. അതായത് ജനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണായിരുന്നു. ഞാൻ എന്ന് MG റോഡിലുണ്ട്, പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഈ സംഭവം. കാരണം ഞാൻ രാവിലെ ഓഫീസിൽ കയറിയിട്ട് പാതിരാത്രി 11 മണിക്ക് ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. കാരണം ഒരു മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ വന്നപ്പോൾ ആളുകൾ നിൽക്കുന്നു. വേഗം തന്നെ അയ്യപ്പദാസ് മനോരമയിൽ ഈ ചർച്ചക്കെടുത്തിട്ട് രാഹുൽ ഈശ്വരി, പിന്നെ നമ്മുടെ മഹേഷ് പ്രതികാരത്തിൽ അഭിനയിച്ച മറ്റേ പുള്ളിയുടെ മകനുണ്ടല്ലോ, നാരദ ന്യൂസിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്, ഞാൻ പേര് വിട്ടത് ഷൈൻ, മറ്റേ മറ്റേ മഹേഷ് പ്രതികാരത്തിൽ ആ ഒരു ഫാദർ ജോലി മറ്റേ അഭിനയിച്ചില്ലേ, പുള്ളിയുടെ മകൻ ലാസർ ഷൈൻ ആ മാധ്യമപ്രവർത്തകനാണ് ലാസർ ഷൈൻ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരാളും കൂടി ഒന്ന് ചർച്ചയ്ക്ക് ഇരിക്കുന്നു. അപ്പൊ സണ്ണി വെയിൻ ഇങ്ങനെ പോയതിനെ കുറിച്ച്, അതായത് നമ്മുടെ സദാചാര ബോധം എത്രത്തോളം അതപ്പതിച്ചു, ഈ പറയുന്ന സണ്ണി ലിയോണിനെ കാണാനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഇത്ര പേര് പോയിരിക്കുന്നു, മോശമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ചർച്ച തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്ക് ഇന്ന് ലാസർ ഷൈനെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒറ്റ കാര്യത്തിലാണ്. ലാസർ ഷൈൻ വന്നിട്ട് പറയണ ഇതൊക്കെ ശരി, അതൊക്കെ അങ്ങനെ നേരിട്ട് കാണാൻ പോയതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പൊ കുഴപ്പമെന്നാന്ന് ചോദിച്ചു ചർച്ച അങ്ങോട്ട് രാഹുൽ ഈശ്വർ ഉടനെ തന്നെ മറ്റേ ബ്രാഹ്മണിക് സദാചാര ബോധമൊക്കെ എടുത്ത് വിളമ്പാൻ തുടങ്ങിയപ്പോ പുള്ളി ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അവിടെ നിൽക്ക് ഈ സണ്ണി ലിയോന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാന്ന് ചോദിച്ചു രാഹുൽ ഈശ്വറിനോട്. ഞാനൊരു തമാശ പറയാം നിങ്ങളോട്, ഞാൻ കണ്ടിട്ടുണ്ടായില്ല അന്ന് വരെ. അപ്പൊ ഞാൻ ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ധരിപ്പിച്ച് കാണണം. അപ്പൊ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാന്ന് ചോദിച്ചു. അപ്പൊ രാഹുൽ ഈശ്വർ അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം ബൗദ്ധികമായ ബ്രാഹ്മണിക്കലായിട്ടുള്ള മറ്റേ ഇതെന്നൊക്കെ പറയാം. അതൊക്കെ നിർത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലെന്ന് ചോദിച്ചു. അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞു കണ്ടുണ്ട് ഒരു 4 വട്ടം അവർത്തിച്ച് വെച്ചു കണ്ടുണ്ട്. അയ്യപ്പദാസ് അതല്ല, നമ്മുടെ ചർച്ച വഴി തെറ്റുന്നു. നമ്മുടെ ചർച്ചയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇത് അയ്യപ്പദാസ് കണ്ടിട്ടുണ്ടോ? അപ്പൊ അയ്യപ്പദാസ് ഞാനും കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരാൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട്, പുള്ളിയും കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ടൈം പറഞ്ഞ് ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ രഹസ്യമായിട്ട് ഇത് എന്ത് ചെയ്യുന്നു, മൊബൈൽ കണ്ടു, ഇവര് എന്ന് എന്ത് ചെയ്തു, പുറമേ കണ്ടപ്പോൾ നമ്മളിപ്പോൾ അവരെ അവകാശിക്കാൻ വേണ്ടി ചർച്ച നടത്തുന്നു. അതിന്റെ ആവശ്യമില്ല. അല്ലെ, അതേ പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി വേറെ ഒന്നാണ്, ആവശ്യമില്ലെന്ന്. താങ്കളുടെയൊക്കെ പ്രവൃത്തി വേറെ ഒന്നാണ്, ഈ പറഞ്ഞ പോലെ പറച്ചിൽ വേറെ ഒന്നാണ്. അതിന്റെ ഞാനിപ്പോ തുറന്നു പറയാറുള്ള ഒരാളാണ് കുറെയെങ്കിലും. ഞാൻ തുറന്നു പറയുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ അപഹസിക്കാറെങ്കിലും ഇല്ല, അത്രേ ഉള്ളു കാര്യം. ഇപ്പൊ ഈ കേസിൽ തന്നെ താങ്കൾ പറഞ്ഞു വന്ന കാസർഗോഡ് കേസിൽ തന്നെ 16 വയസ്സുള്ള പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ 16 വയസ്സുള്ള പെൺകുട്ടികളുടെയൊക്കെ നമ്മുടെ മുത്തശ്ശിമാരുടെ അവരുടെയൊക്കെ ഈവൻ ഗാന്ധിജിയുടെ കല്യാണം നടന്നത് എങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പൊ നടക്കാന്നുള്ളതല്ല, ഇപ്പൊ അതൊരു ഒറ്റപ്പെട്ട സംഭവം. ആ ഒറ്റപ്പെട്ട സംഭവത്തെ നിങ്ങൾ ശൈശവ വിവാഹം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, കോയിൻ ചെയ്തു. അതിനൊന്നും ആവശ്യമില്ല. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് പാടില്ലാത്തതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 20-21 വയസ്സൊക്കെ ഇത് ഉയർത്തണം എന്നുള്ള നിലപാടുകാരനാണ് ഞാൻ. ഒരു 25 വയസ്സൊക്കെ ആയിട്ട് പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അതിന് കഴിച്ചില്ലെങ്കിൽ പോലും അവരോട് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറയലാണ് ഏറ്റവും നല്ല വഴി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. തുല്യതയ്ക്ക് വേണ്ടി പെൺകുട്ടികളെല്ലാം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, അവരൊരു കുടുംബം നോക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവരെത്തുകയും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് കേരളത്തിലെ പെൺകുട്ടികളൊക്കെ മാറേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് മാറുന്നതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം
ഉണ്ടാവും. അല്ലാതെ ഈ കഥയെ പ്രായോഗികമല്ലെങ്കിലും ഉചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രായോഗികമാണ്. കേരളം അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പം നിരവധി പെൺകുട്ടികൾ വളരെ അന്തസ്സായി ജോലിയെടുത്ത് ബാംഗ്ലൂരൊക്കെ പോയാൽ നമ്മൾ അന്തിച്ചു. അതായത് നിരവധി പെൺകുട്ടികൾ ജോലിയെടുത്ത് 10, 25, 26, 27 വയസ്സ് കഴിഞ്ഞ് അവർ തന്നെ ആൺകുട്ടികളെ കണ്ടെത്തി അവർ തന്നെ കല്യാണം കഴിക്കുകയും വേണമെങ്കിൽ അവർക്ക് തോന്നൂലെന്ന് തോന്നിയാൽ ഡിവോഴ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നിരവധി പെൺകുട്ടികളെ IT സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ കാണാം. 1 ലക്ഷം, 1.5 ലക്ഷം, 5 ലക്ഷം ഒക്കെ ജോലിയുള്ളവരെ കാണാം. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം. അപ്പൊ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും അവരുടെയൊക്കെ വീടുകളിലേക്ക് ആരും എത്തി നോക്കാതിരിക്കുകയും ചെയ്താൽ മതി. ഇവിടെ തന്നെ ആളുകൾ എന്തുകൊണ്ടാണ് വിദേശത്ത് പോകണമെന്ന് അറിയോ? വിദേശത്ത് പോകണതിന്റെ ഒറ്റ കാര്യം ഇതുകൊണ്ടാണ്. കാരണം അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എത്തി നോക്കി അഭിപ്രായം പറയുന്ന ആളുകളില്ല. കാരണം നമ്മളവിടെ ചെന്ന് ഞാൻ അറിയില്ല, ആരാ അറിഞ്ഞെങ്കിൽ തന്നെ ചെയ്യില്ലെന്നേ. അത് നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. അറിയുമെങ്കിൽ പോലും ചെയ്യില്ല. ഇപ്പൊ അവിടെ ഈ പറയുന്ന ഇപ്പൊ കമലാ ഹാരിസിന്റെ അനിയത്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധമുണ്ടായി. അവർക്കൊരു കുട്ടിയുള്ള ഒരാളാണ്. ആ കുട്ടി ആരുടേതാണെന്നുള്ളത് കമലാ ഹാരിസ് ഇലക്ഷൻ പോലും ചർച്ചയായില്ല. കാരണം അതാണ് കുഴപ്പമൊന്നേ. അതുകൊണ്ടാണ് ഇവിടുന്ന് നാട് വിടുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രശ്നമല്ല, അത് താങ്കളുടെയൊക്കെ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ആരുടെയും കാര്യത്തിൽ ഞാൻ ഇന്നുവരെ ഇടപെട്ടിട്ടില്ല. ഞാൻ അവരെ ആലോചിക്കാനും പോയിട്ടില്ല. ഞാൻ ആരെങ്കിലും പറയണ കേൾക്കാൻ പോലും നിൽക്കാറില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയണേ. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷെ ഞാൻ പറയണേന് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ കാര്യം ആളുകൾ വിശ്വസിക്കില്ല. സണ്ണി ലിയോണ്ട് ഞാൻ അന്നാണ് അറിയുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഇത് കേട്ടതിന് ശേഷമാണ്. ഞാനത് അറിയാത്ത ഒരാളായിട്ടോ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ കാണാത്ത ഒരാളായിട്ടോ അല്ല. പക്ഷെ ഞാനത് സത്യം പറഞ്ഞാൽ അന്നാണ് ഞാൻ തെരഞ്ഞു പിടിച്ച് എന്ത് ചെയ്യുന്നത് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറ്റുപോലെ കാര്യങ്ങളിലായതുകൊണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നിട്ട കാര്യമുള്ളൂ. കാസർഗോഡിലെ ഈ വിഷയം എന്ന് പറയുന്നത് 16 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ആ കൊടുപ്പിച്ചതിന്റെ പിന്നിൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ടോ, എന്താണ് അതിന് നിർബന്ധിച്ചത് എന്നുള്ളത് കേരള പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അത് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് ഇനി കേരളത്തിൽ വലിയൊരു സൂചന കൊടുക്കണം. 16 വയസ്സും 18 വയസ്സും എത്താതെ ഒരു കാരണവശാലും ഒരു പെൺകുട്ടിയുടെയും കല്യാണം നടത്തരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു പെൺകുട്ടിയോട് അഭിപ്രായം ചോദിക്കാതെ അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചോദിക്കാതെ ഒരു വീട്ടുകാരും കല്യാണം കഴിക്കരുത്. കല്യാണം കഴിക്കാൻ നിർബന്ധിക്കേണ്ട പോലും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ കഴിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് കല്യാണം. അവർക്കൊരു പാർട്ട്ണർ, അതും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടുമെന്ന് തോന്നുമ്പോൾ കഴിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തോ മരിച്ചു പോകും എന്നുള്ളതാണ്. 30 വയസ്സ് കഴിഞ്ഞ ആൺപിള്ളേർക്ക് പോലും ഈ നാട്ടിൽ ആ പ്രശ്നമുണ്ട്. ഇനി കല്യാണം കഴിച്ചിട്ടുള്ള പെൺപിള്ളേർക്ക് വേറെ പ്രശ്നമുണ്ട്. കാരണം ഒരു കൊല്ലം കഴിഞ്ഞ വിശേഷമായില്ലേ ചോദിക്കുന്ന പ്രശ്നമുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർ ഈ നാടും വീടും വിട്ടിട്ട് എന്ത് ചെയ്യുന്നത്, വിദേശ രാജ്യത്തേക്ക് ഓടുന്നത്. അവിടെ ആരും ഇത്തരത്തിലുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കില്ല. അല്ലാതെ ഇവിടെ ഇരുന്ന് ചില ബുദ്ധിജീവികളൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ കേരളം ആകെ ദുർഗതിയിലായതുകൊണ്ടാണ് ഒരുപാട് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ഫാക്ടേഴ്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന കാലം വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കുറച്ച് യൂട്യൂബേഴ്സിനെ കൂടി എന്ത് ചെയ്താൽ മതി,